ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഐശ്വര്യങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും സ്വർണ്ണം വാങ്ങാം. അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറുകളുമായി ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. നിലമ്പൂരിൽ 53-കാരന് സൂര്യാഘാതമേറ്റു. നിലമ്പൂർ മയ്യന്താനി പുതിയ പറമ്പൻ സുരേഷിനാണ് സൂര്യാഘാതമേറ്റത്. കഴിഞ്ഞ ദിവസം മമ്പാട് നിന്നും നിലമ്പൂരിലേക്ക് വരുമ്പോഴാണ് സംഭവം. കൈകൾക്കും വയറിനുമാണ് പൊള്ളലേറ്റത്. കൈകളിലും വയറിലും വലിയ തോതിൽ കുമിളകൾ പൊങ്ങിയ അവസ്ഥയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് പറയുന്നതിങ്ങനെ: കൈക്ക് ചെറിയ തോതിൽ പൊള്ളലേറ്റതായി തോന്നിയിരുന്നു. വീട്ടിലെത്തി തണുത്ത വെള്ളത്തിൽ കഴുകിയപ്പോൾ നീറ്റൽ അനുഭവപ്പെട്ടു. പിന്നീടാണ് കുമിളകൾ വന്നു തുടങ്ങിയത്. ജില്ലാശുപത്രിയിൽ കാണിച്ചപ്പോൾ ഒരു ഓയിന്റ്മെന്റ് തന്നു. അത് പുരട്ടിയെങ്കിലും കുറവുണ്ടായില്ല. ഇപ്പോൾ നല്ല വേദനയുമുണ്ട്. ബുധനാഴ്ച ഒരു ഉച്ച സമയത്ത് മമ്പാട് നിലമ്പൂരിക്ക് വരികയായിരുന്നു. ഉച്ച സമയത്താണ്. അപ്പോൾ ചെറുതായിട്ടൊരു സ്കൂട്ടിയിലാണ് വരുന്നത്. ചെറുതായിട്ടൊരു നീറ്റല് പോലെ കൈമുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കാര്യമാക്കിയില്ല. വീട്ടിലൊന്ന് ഊണ് കഴിക്കാൻ വേണ്ടി കൈ കഴുകിയപ്പോൾ നല്ലൊരു നീറ്റല് വന്നു. വെള്ളം ഇങ്ങനെ തട്ടിയപ്പോൾ അപ്പോൾ ഭാര്യനോട് ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് സൂര്യാഘാതമായിട്ടാണ് തമാശ രൂപത്തിലൂടെ പറഞ്ഞു. അതിൽ ഭാര്യ ഐസ് പാക്ക് ഒക്കെ വെച്ച് അപ്പോൾ നല്ല നീറ്റലിങ്ങനെ വന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പണിക്ക് പോയി. പക്ഷെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കൈ. 7 മണിയൊക്കെ ആയപ്പോൾ കൈമേക്ക് നോക്കിയപ്പോഴാണ് ആകെ ഇങ്ങനെ കുമ്പളകളായിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ തന്നെ ഞാൻ നിലമ്പൂർ ഹോസ്പിറ്റലിലെ ഒബ്സർവേഷനിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു ഓയിൽമെന്റ് തന്നു തേക്കാൻ. പിറ്റേ ദിവസമായപ്പോഴാണ് കുമ്പളകൾ കൂടുതലായിട്ട് വന്നത്. അതിൽ പിന്നെ സ്കിന്നിന്റെ ഡോക്ടറെ വന്ന് കണ്ടു. അപ്പോഴും നമുക്കൊരു പുരട്ടാനൊരു ഓയിൽമെന്റും ഒരു ആന്റിബയോട്ടിക് ഗുളികയും തന്നു. പക്ഷെ ഇന്നേക്കാണ് കുറച്ച് കൂടുതൽ വേദന. അന്നൊന്നും വേദന അനുഭവപ്പെട്ടില്ല. ഇപ്പൊ കുറച്ച് വേദനയും നീറ്റിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വരും. നിലമ്പൂർ ജില്ലാശുപത്രി സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് സുരേഷ് ജില്ലാശുപത്രിയിലെത്തി ചികിത്സ തേടിയത്. ജില്ലയിൽ കടുത്ത ചൂട് നിലനിൽക്കുന്നതിനാൽ സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.